എം ഷിനാസ്, ഇവിടെ ഈ ചൈനയുടെ നിലപാട്, അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചു ബംഗ്ലാദേശ് എന്നത് ആ രാജ്യത്തിന്റെ അധികാരം അല്ലെങ്കിൽ അവരുടെ പവർ എന്നതിനെ മാറ്റി നിർത്തിയാൽ പോലും അവിടുത്തെ മുൻ ജനറലിന്റെ വാക്കുകളടക്കം ശ്രദ്ധിക്കുക. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ അതിന് ചൈനയുടെ കൂട്ടുപിടിക്കണം, ചൈനയെ ഒപ്പം നിർത്തണമെന്നുകൂടി അദ്ദേഹം പറയുകയും ചെയ്യുമ്പോഴാണ് ചൈനയുടെ ഇടപെടൽ അല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ചൈനയുടെ കൃത്യമായൊരു പിന്തുണ ലഭിക്കും എന്ന് നമുക്ക് വിലയിരുത്താനാകുമോ? ബംഗ്ലാദേശിന്റെ ഒരു മുൻ ആർമി ജനറൽ, മേജർ ജനറലാണ് ഫസലുർ റഹ്മാൻ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതായത് ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശും ചൈനയുടെ സഹകരണത്തോടെ ചേർന്ന് ആക്രമിച്ച് കീഴടക്കണം അല്ലെങ്കിൽ അധിനിവേശം ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തന്നെ വളരെ ദ്രുതഗതിയിൽ, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായി കണക്കാക്കിയാൽ മതി, ഇടക്കാല സർക്കാരിന്റെ അഭിപ്രായമല്ല എന്ന് വളരെ വ്യക്തമായി പറയുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ മാർച്ചിൽ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനസ് ചൈനയിൽ പോയിരുന്നു. ചൈനയിൽ പോയി അദ്ദേഹം 1-2 മീറ്റിംഗിൽ പങ്കെടുത്തു. അതിൽ പറഞ്ഞത് ഇന്ത്യയിലെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്ക്ഡ് ആണ്, അതായത് കര മാത്രമാണ് അതിർത്തി. അവർക്ക് കടലിലേക്ക്, സമുദ്രത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ബംഗ്ലാദേശിലൂടെ, ഞങ്ങളുടെ രാജ്യത്തിലൂടെ കടന്നു വരണം. ബംഗ്ലാദേശ്, ഢാക്കയാണ് വാസ്തവത്തിൽ ഇന്ത്യ മഹാസമുദ്രത്തിന്റെ സംരക്ഷക സ്ഥാനത്തിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ചൈനയിൽ വെച്ച് പറഞ്ഞിരുന്നു. അത് വളരെ ഗൗരവത്തിലെടുത്ത ഇന്ത്യ ബംഗ്ലാദേശിൽ നിന്നുള്ള ചരക്ക് കയറ്റുമതിക്ക് ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇന്ത്യ. അപ്പോൾ നേപ്പാൾ, ഭൂട്ടാൻ, മിഡിൽ ഈസ്റ്റ് ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും ബംഗ്ലാദേശിനുള്ള ട്രാൻസ്ഷിപ്മെന്റ് അനുമതി അത് ഇന്ത്യ ഏപ്രിലിൽ പിൻവലിച്ചു. കാരണം മുഹമ്മദ് ഈ മേജർ ജനറലിന്റെ വാക്കുകൾ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ തള്ളിപ്പറഞ്ഞെങ്കിലും മുഹമ്മദ് യൂനസ് മാർച്ചിൽ ചൈനയിൽ പോയി പറഞ്ഞ 2 കാര്യങ്ങൾ, ഈ കാര്യം, അതായത് 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്ക്ഡ് ആണ്, ബംഗ്ലാദേശിലൂടെ അല്ലാതെ കടലിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, മാത്രവുമല്ല ഢാക്കയാണ് ഇന്ത്യ മഹാസമുദ്രത്തിന്റെ സംരക്ഷക സ്ഥാനത്ത് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ത്യ സത്വരം ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം നിഷേധിച്ചു ബംഗ്ലാദേശിന്റെ. അപ്പോൾ അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ബീജിങ്ങിനെ സഹർഷം ബംഗ്ലാദേശിലേക്ക് ഇറക്കുമതി കയറ്റുമതി കപ്പലുകൾക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇത് മേജർ ജനറലിന്റെ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായ പ്രകടനമായി ഇടക്കാല സർക്കാരിന് തള്ളിക്കളഞ്ഞെങ്കിലും ഇതിന്റെ സൂചനയായ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനസ് നടത്തിയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിനെ വാസ്തവത്തിൽ നിയന്ത്രിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. അപ്പൊ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ഫോറിൻ പോളിസി, അല്ലെങ്കിൽ ലഷ്കർ ഇ തൈബയുടെ തലവൻ എന്താണോ പറയേണ്ടത്, അല്ലെങ്കിൽ പാക് ആർമി ചീഫായ അസീം മുനീർ എന്തൊക്കെയാണോ പറയുന്നത്, അതിന്റെ അതേ ഭാഷയിലാണ് ഈ ഫസലുർ റഹ്മാൻ എന്ന മുൻ മേജർ ജനറലും സംസാരിച്ചിരിക്കുന്നത്. അത് ബംഗ്ലാദേശിലെ മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയുമായി ബന്ധപ്പെടുത്തി വേണം നമ്മൾ വിലയിരുത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഞാൻ ഇന്ന് ഹിന്ദുസ്ഥാൻ ടൈംസിൽ ബർഖാദത്ത്, എല്ലാ രാജ്യങ്ങളും അപലപിച്ചു എന്ന് പറയുമ്പോൾ ബർഖാദത്ത് എഴുതിയ ഒരു ശ്രദ്ധേയ ലേഖനമുണ്ട്. ദ വെസ്റ്റ് ഡസന്റ് റിയലി അണ്ടർസ്റ്റാൻഡ് പാകിസ്ഥാൻസ് ടെറർ പോളിസി എന്ന്. ബർഖാദത്ത് നമുക്കൊക്കെ അറിയാം, അവര് ഈ പഹൽഗാം ആക്രമണം നടക്കുമ്പോൾ അമേരിക്കയിലായിരുന്നു. ഇപ്പൊ പഹൽഗാം ആക്രമണം 3 പതിറ്റാണ്ട് ആ കാശ്മീർ പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. അവര് ആകെ പരിഭ്രാന്തയായി അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ, എല്ലാ വിദേശ മാധ്യമങ്ങളും പരതിയപ്പോൾ പഹൽഗാം ആക്രമണം വളരെ വളരെ നിസ്സാരവൽക്കരിച്ച്, പ്രധാന ന്യൂസ് പോപ്പിന്റെ ശവസംസ്കാര വാർത്തയായിരുന്നു, അതെന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. പഹൽഗാം ആക്രമണം ഏതോ ഒരു മൂലയിൽ, അത് തന്നെ പല BBC അടക്കമുള്ള വിദേശ മാധ്യമങ്ങൾ ഗൺമെൻ എന്ന പദപ്രയോഗം, ടെററിസം അല്ലെങ്കിൽ ടെററിസ്റ്റ് എന്ന പദപ്രയോഗം തന്നെ ഉപയോഗിച്ചില്ല. അല്ല, അത് ഇന്ത്യ പിന്നീട് BBC അടക്കം അതിന്റെ നീരസം അറിയിക്കുകയും ചെയ്തതാണല്ലോ. അതെ, ഞാൻ പറയുന്നത് ഇപ്പോഴും
അപ്പൊ അതിനെ അവരൊരു ലോക്കൽ ഇൻസിഡന്റ്, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നമായിട്ടാണ് കാണുന്നത്. യെസ് യെസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2000-ൽ ബിൽ ക്ലിന്റൺ ഇന്ത്യയിൽ വന്നപ്പോൾ 36 സിഖുകാരെ കൂട്ടക്കൊല ചെയ്തിരുന്നു. മാത്രമല്ല ഇപ്പോൾ JD വാൻസ് ഇന്ത്യയിൽ ഉള്ളപ്പോഴാണ് ഈ പഹൽഗാമിൽ 26 പേരെ കൂട്ടക്കൊല ചെയ്തത്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഒന്ന്, കാശ്മീർ വിഷയം വീണ്ടും അന്താരാഷ്ട്രവൽക്കരിക്കുക എന്നത് തന്നെയാണ്. മാത്രമല്ല കാശ്മീരിലെ ടൂറിസത്തെ നശിപ്പിക്കുക, കാശ്മീരിൽ സമാധാനവും നോർമലൈസേഷനും ഏതാണ്ട് വന്ന് ഒരു ഫ്രജൈൽ, ഒരു ദുർബലമായ നോർമലൈസേഷൻ ആണെങ്കിൽ പോലും അതിനെ സ്റ്റോപ്പ് ചെയ്യുക, അതുപോലെ കാശ്മീർ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക, അതുവഴി കാശ്മീരികളിൽ അസംതൃപ്തിയും അതൃപ്തിയും അസ്വസ്ഥതയും ഉണ്ടാക്കുക, ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റത്തെ മന്ദീഭവിപ്പിക്കുക, ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഈ തീവ്രവാദി ആക്രമണത്തിന്, ഈ ഭീകരാക്രമണത്തിന്. അപ്പോ അന്താരാഷ്ട്ര സമൂഹം, ഇപ്പൊ JD വാൻസ് ആവട്ടെ, മാർക്ക് റൂബിയോ ആവട്ടെ, മറ്റ് രാജ്യങ്ങളാവട്ടെ, അറബ് രാജ്യങ്ങളാവട്ടെ, അവരൊക്കെ പറയുന്നത് പാകിസ്ഥാനും ഇന്ത്യയുമായ ആശയവിനിമയം നടത്തണം, ഇതൊരു മേഖലാ യുദ്ധത്തിലേക്ക് ഒരിക്കലും പോയിക്കൂടാ എന്നാണ്. അതേസമയം 2023 ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇവിടെ ഇസ്രായേലിനെ അതിർത്തി കടന്ന് 1400-ഓളം പേരെ കൊലപ്പെടുത്തി 250-ഓളം പേരെ ബന്ദികളാക്കിയപ്പോൾ വെസ്റ്റേൺ നേഷൻസ്, എല്ലാ പാശ്ചാത്യ രാഷ്ട്രങ്ങളും അമേരിക്കയും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇസ്രായേലിന് സ്വയം സംരക്ഷിക്കാനുള്ള അവകാശമുണ്ടെന്നും അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആക്രമണം നടത്താനും ഹമാസിനെ അടിച്ചമർത്താനും അവകാശമുണ്ടെന്നാണ്. വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? 1.5 വർഷമായുള്ള യുദ്ധത്തിൽ ഗാസ ചാരക്കൂമ്പാരമായി 55,000 പേർ കൊല്ലപ്പെട്ടു. അതിൽ മഹാഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പോൾ ഇസ്രായേലിന്റെ ഡബിൾ സ്പീക്കാണ്. അപ്പൊ ഇവിടെ മുംബൈ പഹൽഗാമിൽ, പുൽവാമയിൽ 2019-ലും 2016-ൽ പത്താൻകോട്ടിലും നടന്ന ആക്രമണം ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെയായിരുന്നു. അപ്പോൾ സർജിക്കൽ സ്ട്രൈക്കും നടത്തി, ബാലക്കോട്ടിൽ ആക്രമണം നടത്തി, ശരി. പിന്നെ 2008-ൽ ലഷ്കർ-ഇ-തയ്ബ നടത്തിയ മുംബൈയിലെ ആക്രമണം സിവിലിയന്മാർക്കെതിരെയായിരുന്നു. അതേപോലെ തന്നെ സിവിലിയന്മാർക്കെതിരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉള്ള പ്രതികരണം, പലരും പറയുന്ന പാക് അതിന് കാശ്മീർ പിടിച്ചെടുക്കുക, ഉടനെ തന്നെ യുദ്ധം ചെയ്യുക, അതൊന്നുമല്ല ഒരു രാജ്യം ചെയ്യുക. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും വളരെ ജാഗ്രതയോടെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ കണക്കിലെടുത്ത് അവരുമായൊക്കെ ചർച്ച നടത്തി, എന്നാൽ കൃത്യവും കണിശവുമായ ഒരു മറുപടി ഉണ്ടാവും. എന്തായാലും ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ പറഞ്ഞതുപോലെ വ്യക്തവും കൃത്യവുമായ ഒരു മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം അടക്കം ഈ വിഷയത്തിലൊക്കെ നേരത്തെ പ്രതികരിച്ചത്. ആഭ്യന്തര മന്ത്രാലയവും അത്തരത്തിലുള്ള പ്രതികരണം നൽകി. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നുമൊക്കെ തിരിച്ചടി ഉറപ്പിക്കുന്നുമുണ്ട്. അത് പക്ഷേ ഏറെ കരുതലോടുകൂടിയുള്ളതായിരിക്കും. പ്രൊഫസർ ജോസഫ് കുട്ടി, ഇവിടെ